ഒന്ന് പറഞ്ഞാട്ടെ, ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താട്ടെ. പ്രശ്നം ഒരു ലേഡീസ് കരഞ്ഞു. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ബെസ്റ്റ് ടൈമാ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണം. മാറിക്കൊള്ളു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്. ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുന്ന ആലോചിക്കണമായിരുന്നു. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. എന്തായാലും ഇത് കുറച്ച് കൂടിപ്പോയി പൊന്നു. അതൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല, അടിയുറപ്പാ. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. എനിക്കത് അറിയാമെങ്കിൽ ഞാനിതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല, അറിയൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. ഇന്നലെ നിന്റെ മനസ്സ് വിഷമിച്ചു എന്ന് ഏട്ടൻ അറിയാം. അത് നിന്റെ കൂട്ടുകാരെ ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി എന്നാ തന്നെ ഞാൻ അവരെ വിളിച്ചൊരു സോറി അങ്ങോട്ട് കാച്ചേക്കാം. ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളടുത്ത് എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. ഞാനാ തെറ്റിയത്. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ അതാർക്കും മനസ്സിലായില്ല. ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഇതുകൊണ്ട് തട്ടുന്നവരെ നിന്നെയും തട്ടും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.